നടുക്കിയ ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 31 ഉയർന്നു. ഭീകരരുടെ പ്രഭാവ കേന്ദ്രമായ പാകിസ്ഥാനിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകുകയാണ്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടയിലാണ് പള്ളിയിൽ ഉഗ്രസ്ഫോടനമുണ്ടായത്. ഇതിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പള്ളിയുടെ കവാടം തകർന്നു. അടുത്തുള്ള കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടാവുകയും സ്ഫോടന സ്ഥലത്ത് ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതും. എന്നാൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ വിലക്കുള്ളതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതിനാൽ തന്നെ മറ്റ് സോഴ്സുകളിൽ നിന്നുമാണ് ഇത്തരം വീഡിയോകൾ ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. അതേപോലെ തന്നെ ഷെഹ്സാദ് ടൗൺ ഏരിയയിലുള്ള തർലയ എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സ്ഫോടനമുണ്ടായത്. കൊല്ലപ്പെട്ടവർക്ക് പുറമെ തന്നെ 69 പേർക്ക് പരിക്കേറ്റു. എന്നാൽ ഇതുവരെയും ചാവേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. പിന്നിൽ ബലൂച്ചുകളാണ് എന്നത് വലിയ രീതിയിൽ പാകിസ്ഥാൻ ആരോപണം ഉന്നയിക്കുന്നതായി തന്നെ ചില സോഴ്സുകളിൽ നിന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്നും ഇതുവരെയും പാക് ജനത പുറത്ത് കടന്നിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടുകൂടി തന്നെ വീണ്ടും ഭീകരതയുടെ മറ്റൊരു മുഖമാണ് വെളിവാകുന്നത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പാക് ഭരണകൂടമാകട്ടെ സ്വന്തം ജനതയെ ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പരക്കെ ആക്ഷേപമായി തന്നെ ഉയരുന്നതും. അതേപോലെ തന്നെ ആരാധനാലയത്തിന്റെ പ്രധാന കവാടത്തിലെത്തിയ ചാവേർ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. സുരക്ഷാ ഗാർഡുകൾ അക്രമിയെ തടഞ്ഞതിനാൽ വിശ്വാസികൾ ഉണ്ടായിരുന്ന പ്രധാന ഹാളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കവാടം തകരുകയും അടുത്തുള്ള കെട്ടിടങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ അതിന്റെ ഭാഗങ്ങൾ ചിന്നിച്ചിതറി കിടക്കുകയും ഈ സ്ഫോടനത്തിൽ നശിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളടക്കം ചിന്നിച്ചിതറി കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതും. നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയതായും 2025 നവംബർ 11 ഇസ്ലാമാബാദിലെ ചില സ്ഥലങ്ങൾ, അതായത് കോടതിക്ക് പുറത്തുണ്ടായ ചാവേർ സ്ഫോടനത്തിന് ശേഷം ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണിതെന്നാണ് പാക് ഭരണകൂടം ആരോപിക്കുന്നത്. അന്ന് 12 പേർ കൊല്ലപ്പെടുകയും മുൻപിൽ അതായത് കുറേ അധികം ആളുകൾ അവിടെ പരിക്കേൽക്കുകയും ചെയ്തതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സ്ഫോടനത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അപലപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ അദ്ദേഹം പരിക്കേറ്റവർക്ക് മിതമായ ചികിത്സ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പള്ളിയുടെ മേൽക്കൂര തകരുകയും കെട്ടിടത്തിന് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തു. മൃതദേഹങ്ങൾ ചിതറിയ നിലയിൽ കാണാൻ സാധിക്കുന്നു. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമാബാദിലെ പ്രധാന ആശുപത്രികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഭീകരതയെ അവിടെ താലോലിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ നയങ്ങൾക്കും തിരിച്ചടിയാകുകയാണ് ഈ സംഭവമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ തന്നെ തലസ്ഥാന നഗരിയെ നടുക്കുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി തന്നെ വേഷമിടുന്ന പാക് ഭരണാധികാരികൾക്ക് സ്വന്തം തലസ്ഥാനത്തെ പോലും അവിടെ സുരക്ഷിതമാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നതാണ് ഈ ഒരു സ്ഫോടനം, അല്ലെങ്കിൽ ഇതിപ്പോൾ രാജ്യത്തിന്റെ ഒരു തകർച്ചയായി തന്നെ സൂചിപ്പിക്കുന്നു എന്നും വിദഗ്ധർ ഇതിനോടായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇനിയും പാകിസ്ഥാനിൽ പ്രതീക്ഷിക്കപ്പെടുന്നതായി തന്നെ ഈ വിദഗ്ധരുടെ മുന്നറിയിപ്പായി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.